അലക്സ സ്റ്റോപ്പ്. സമയമില്ലാത്ത സമയത്ത് ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാനൊന്നുമില്ല. പള്ളിയിലേക്ക് പോകേണ്ട ദിവസമാണ്. സോ നമ്മളെന്തായാലും പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണം. കുറേ ആൾക്കാരും ചോദിക്കാറുണ്ട് പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ നീ എന്തിനാ അത്രയും വലിയ ഇതിലൊക്കെ പോകണേന്ന്. ബിക്കോസ് പള്ളിയിലേക്കല്ലേ പോകണേ. പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് വൃത്തിയിലും മെനയിലൊക്കെ പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കണത്. സോ ഇത് വൃത്തിയിലും മെനയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് ഞാൻ പോണേ. സോ യു ഓൾസോ ഹാവ് ടു ഗോ. പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ വൃത്തിയിൽ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ബട്ട് യാ ഈ ഡ്രസ്സൊക്കെ കാണുമ്പോൾ മറ്റേ ദൈവ തിരുമകളിൽ മറ്റേ വിക്രം ഇടുന്ന പോലത്തെ ഡ്രസ്സ് പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തികച്ചും സാങ്കല്പികം, വളരെ യാദൃശ്ചികമാണ്. ഓക്കെ, പിന്നെ നമുക്ക് കണ്ണ് കാണണമെങ്കിൽ നമ്മൾ ഇടേണ്ട സാധനമാണ് കണ്ണാട. അതില്ലെങ്കിൽ കണ്ണൊന്നും കാണില്ല. ചില ടീമുകൾ പറയാറുണ്ട് നിങ്ങൾ കുളിക്കാറൊന്നുമില്ലല്ലോ പള്ളിക്ക് പോകുമ്പോൾ. നിങ്ങൾ കുളിച്ചിട്ട് ഡ്രസ്സ് മാറിയിട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ടാ പോണേ. നിങ്ങളെ പോലെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് അല്ലാത്തത് കൊണ്ടും മുഖത്തും കയ്യിനൊക്കെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ക്രീം തേക്കണം. അല്ലാതെ സണ്ണിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നുമല്ല, ഡ്രൈനെസ് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. കാരണം തണുപ്പ് നമ്മുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ളൊരു കാര്യമില്ല. ബിക്കോസ് ലൈക്ക് വി ആർ ബോൺ ഇൻ കേരള, സോ വി ഹാവ് ടു പുട്ട് സം ക്രീം. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ അറിയാലോ, അതുകൊണ്ടാണ്. അല്ലാണ്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. വലിയ സണ്ണിനെയൊക്കെ കൊള്ളണം ഇടയ്ക്ക്. ബിക്കോസ് വൈറ്റമിൻ സി വേണ്ടേ. സൺസ്ക്രീമൊക്കെ തേച്ച് മുഖം ഇങ്ങനെ നോക്കി നടന്ന വല്ല കാര്യമുണ്ടോ? നോ യൂസ്. സോ അങ്ങനെ നമ്മൾ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് പൈസ കരുതണം. ചില്ലറ പൈസ, ഇവിടെ ചില്ലറ പൈസ മതി. ബട്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ നോട്ട് കൊടുത്തോ കുഴപ്പമില്ല. ബിക്കോസ് ദൈവത്തിന് കൊടുക്കണ്ട. നമ്മുടെ നാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് പോണ പോലെയാണ് ഇവർ ബ്രെഡ് വാങ്ങിച്ചു കൊണ്ടുപോകണം ഇവിടുത്തെ ആൾക്കാർ. വീണോ ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയി. ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം പള്ളിക്ക് പോകണം എന്നല്ല ഞാൻ പറയണേ. എല്ലാ ദിവസവും പള്ളിക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ബട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു. ആൻഡ് ഇന്ന് ഞാൻ വേറെ കാര്യം കാണിക്കാൻ പോവുകയാണ്. ദിസ് ഈസ് ഒരു ബോക്സാണിത്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. മീൻസ് ഇതെന്താണെന്ന് എനിക്കറിയാം. ബട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് എനിക്കറിയാത്ത കാര്യം. സോ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ലിറ്ററലി ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ബട്ട് ഈ സാധനം എനിവേ ഐ എം നോട്ട് ഗോയിങ് ടു റിവീൽ. ഈ സാധനം എന്താണെന്ന് ഞാൻ റിവീൽ ചെയ്യാനും പോകണില്ല. ഇതൊരു രസം അൺബോക്സിങ് വീഡിയോ എന്നല്ല. സോ ഇതെവിടെ ഇരിക്കട്ടെ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. എന്താ